താഴെ തളർന്ന ശരീരത്തെ തളരാത്ത മനസ്സ് ചുമലിലേന്തി ഭിന്നശേഷിക്കാരനായ കൊടുങ്ങല്ലൂർ സ്വദേശി സൂരജ് മുച്ചക്ര വാഹനത്തിൽ 2500 കിലോമീറ്റർ താണ്ടി കാർഗിലിലെത്തി. ആത്മവിശ്വാസം കൊണ്ട് പരിമിതികളെ കീഴടക്കിയ സൂരജിനെ തേടി റെക്കോർഡുമെത്തി. പൂർണ്ണ ആരോഗ്യമുള്ളവർക്ക് പോലും പലപ്പോഴും അപ്രാപ്യമാകുന്ന കാർഗിൽ റൈഡും സോസില്ല പാസുമൊക്കെ താണ്ടിയാണ് 39 വയസ്സുള്ള സൂരജും 35 വയസ്സുള്ള ഭാര്യ സൌമ്യയും ലക്ഷ്യം കണ്ടത്. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങ് സ്വദേശിയായ സൂരജ് 5 സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഭിന്നശേഷിക്കാരടങ്ങുന്ന ഈഗിൾ സ്പെഷ്യലി ഏബിൾഡ് റൈഡേഴ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഡൽഹി ലഡാക്ക് കാർഗിൽ യാത്ര നടത്തിയത്. ഒരപകടത്തിൽപ്പെട്ട് നട്ടെല്ലിന് ക്ഷതമേറ്റതിനെ തുടർന്ന് വീൽചെയറിലായ സൂരജ് ഭാര്യ സൌമ്യയുടെ സഹായത്തോടെയാണ് യാത്ര പൂർത്തീകരിച്ചത്. 10 മുച്ചക്ര വാഹനങ്ങളിൽ ഡൽഹിയിൽ നിന്നും കാർഗിലിലേക്ക് യാത്ര ചെയ്ത 14 അംഗ സംഘം വാർ മെമ്മോറിയലിൽ ഇന്ത്യൻ പതാക വീശി ഡൽഹിയിൽ തിരിച്ചെത്തുമ്പോൾ 12 ദിവസം കൊണ്ട് 2500 കിലോമീറ്റർ താണ്ടിയിരുന്നു. AHCF ഗ്ലോബൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഇപ്പോൾ ഈ ദമ്പതികൾ കരസ്ഥമാക്കി. സ്പൈനൽ കോഡിന് തകരാർ സംഭവിച്ചവർക്ക് തുടർച്ചയായി 25 കിലോമീറ്റർ പോലും മുച്ചക്രവാഹനം ഓടിക്കുവാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതുമ്പോഴും ടീമിലെ ഏക സ്പൈനൽ കോഡ് ഇഞ്ചുറിക്കാരനായ സൂരജ് ഇത്രയും ദൂരം സ്കൂട്ടറിൽ ഭാര്യയുമൊത്ത് സഞ്ചരിച്ചത് അതിശയിപ്പിക്കുന്ന മനോബലത്തിന്റെ വിജയമാണ്. ഡൽഹി വരെ സ്കൂട്ടർ ട്രെയിനിലെത്തിച്ച ശേഷമാണ് സൂരജും ഭാര്യയും യാത്ര തിരിച്ചത്. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ സ്വദേശികൾ അടങ്ങിയതായിരുന്നു സംഘം. 10 പുരുഷന്മാരും 4 സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു. ഒക്ടോബർ 10-ന് ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ച സംഘം ഒക്ടോബർ 21-നാണ് തിരികെയെത്തിയത്. സാഹസികമായ യാത്ര നടത്തി കാർഗിൽ യുദ്ധ സ്മാരകത്തിലെത്തി ഇവർ ഇന്ത്യൻ പതാക വീശി. വീണ്ടും ദുഷ്കരമായ പാതയിലൂടെ സഞ്ചരിച്ച് പാകിസ്ഥാൻ അതിർത്തി കൂടി കണ്ടാണ് ഇവർ മടങ്ങിയത്. പോകുന്ന വഴിയിൽ പലവട്ടം സ്കൂട്ടർ പണിമുടക്കിയെങ്കിലും ടീം ലീഡർ അമീർ ഉൾപ്പെടെയുള്ളവർ നൽകിയ ആത്മവിശ്വാസത്തിൽ വീണ്ടും യാത്ര തുടർന്നു. ദീർഘദൂര യാത്രയിൽ വീൽചെയറിന്റെ ടയർ കത്തി ഉരുകിപ്പോയതും ബ്രേക്ക് ഒടിഞ്ഞുപോയതും 2 തവണ സ്കൂട്ടർ ബെൽറ്റ് പൊട്ടി വഴിയിൽപ്പെട്ട് വലിച്ചു കൊണ്ടുപോകേണ്ടി വന്നതുമായ സാഹചര്യത്തിൽ പോലും മനസ്സ് തളരാതെ യാത്രയെ വിജയത്തിൽ എത്തിച്ചത് ഭിന്നശേഷി സമൂഹത്തിന്റെ സമ്പൂർണ്ണ ആക്സസിബിലിറ്റി എന്ന സ്വപ്നം സമൂഹം ഏറ്റെടുത്ത യാഥാർത്ഥ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി തന്നെയാണ് എന്ന് കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ സംഘടനയായ വോയ്സ് ഓഫ് ഡിസേബിൾഡിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ സൂരജ് ഓർമ്മപ്പെടുത്തുന്നു. 6 വർഷം മുൻപ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി നൽകിയ പ്രത്യേകം തയ്യാറാക്കിയ 4 ചക്രമുള്ള മഹീന്ദ്ര ഡ്യൂറോ സ്കൂട്ടറിലാണ് സൂരജ് തന്റെ യാത്രാ സ്വപ്നം പൂർത്തീകരിച്ചത്. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നിന്നും ഹിമാചൽ പ്രദേശിലേക്ക് 800 കിലോമീറ്റർ ദൂരം 5 ദിവസം കൊണ്ട് സൂരജ് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്നു. ഇപ്പോഴുള്ള വാഹനത്തിന്റെ കാര്യക്ഷമത കുറഞ്ഞതിനാൽ പുതിയൊരു വാഹനത്തിന് സ്പോൺസറെ തേടുകയാണ് സൂരജ്. അടുത്തു തന്നെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ട്രിപ്പ് സ്കൂട്ടറിൽ നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി സൂരജും സൌമ്യയും പറഞ്ഞു. 2012-ൽ കൊല്ലത്ത് വെച്ച് ഉണ്ടായ കാർ അപകടത്തിലാണ് സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് സൂരജ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലായത്. സൌദിയിൽ ബിസിനസ്സുകാരനായിരുന്ന ഇയാൾ അതോടെ നാട്ടിലേക്ക് മടങ്ങി. 2013-ൽ കിഴക്കൻ ഡൽഹിയിൽ സ്ഥിരതാമസക്കാരിയായ സൌമ്യയെ വിവാഹം കഴിച്ചു. 2017 മുതൽ പേപ്പർ, പേനകൾ, ഫയലുകൾ, കലണ്ടർ തുടങ്ങിയ ഇക്കോ ഫ്രണ്ട്ലി ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 2500-ലധികം പേർക്ക് പരിശീലനം നൽകുന്നത് സൂരജാണ്.